Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങളുടെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വരാറുണ്ടെന്നുള്ളത്. സോ നമ്മൾ മണി മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളതാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ മണി മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് വരാറുള്ള മറ്റൊരു ചോദ്യമാണ് ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെ അതുപോലെ തന്നെ മണി മാർക്കറ്റിനെയും കമ്പയർ ചെയ്തിട്ടുള്ള ചോദ്യവും റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റോ അതുപോലെ തന്നെ മണി മാർക്കറ്റോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആണ് കേട്ടോ. എന്തായാലും നോക്കിയിരിക്കണം. അതുപോലെ തന്നെ വരാറുള്ളതാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് വേഴ്സസ് സെക്കൻഡറി മാർക്കറ്റ് അങ്ങനെയും ചോദിക്കാറുണ്ട്. ഡിഫക്ട്സ് ഓഫ് ദി ഇന്ത്യൻ മണി മാർക്കറ്റ്. അപ്പോൾ ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം. അപ്പോൾ മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ വരെ പ്രതീക്ഷിക്കാം പാർട്ട് ബിയിൽ. നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വാൻറ്റേജസ് ഫങ്ഷൻസ് ഒക്കെ. അത് മാത്രമല്ല അതിൽ NSE അതുപോലെ തന്നെ BSE ഇതിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് ഓൺ NSE BSE അങ്ങനത്തെ ചോദ്യം വരാറുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ വാരിയസ് മോഡ്സ് ഓഫ് ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് വരാറുള്ള ഒരു ചോദ്യമാണ്. നിർബന്ധമായി നോക്കിയിരിക്കണം. ആൻഡ് മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട് നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ചോദ്യമാണ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഡിപ്പോസിറ്ററി ചോദിച്ചിട്ടുള്ളതാണ്. നിർബന്ധമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെ പറ്റിയിട്ടുള്ള ചോദ്യം പലപ്പോഴും റിപ്പീറ്റ് ആണ്. അപ്പോൾ ഡിപ്പോസിറ്ററി സർവീസസ് അതിൻ്റെ ഫങ്ഷൻസ് നോക്കിയിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് സ്പെക്കുലേറ്റർ ആണ്. ആരാണ്? കൈൻഡ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് നിർബന്ധമായി നോക്കിയിരിക്കണം. പാർട്ട് ബിയിൽ റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് IPO. അത് നമുക്ക് 2 വെയിറ്റേജിലും പ്രതീക്ഷിക്കാം. IPO എന്താണ്, അതുപോലെ തന്നെ ന്യൂ ഇഷ്യൂ എന്താണ്, അതുപോലെ തന്നെ ബോണസ് ഇഷ്യൂ എന്താണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. റൈറ്റ് ഇഷ്യൂ എല്ലാവർക്കും അറിയുന്നതാ ഇതൊക്കെ കേട്ടോ. റൈറ്റ് ഇഷ്യൂ എന്താണ്, അപ്പോൾ ഇതൊക്കെ നോക്കിയിരിക്കണം. സ്പെക്കുലേറ്റേഴ്സ് നോക്കണം, IPO നോക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി
മാർക്കറ്റ് നോക്കിയിരിക്കണം. 3 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ലിസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് പലപ്പോഴും. ലിസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, ഇന്ത്യ സെക്യൂരിറ്റി മാർക്കറ്റ് ലിസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം കേട്ടോ. ഇനി SAക്കും അതുപോലെ തന്നെ 3 വെയിറ്റേജിനും മാറി വരുന്നതാണ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള ചോദ്യം. അതിൻ്റെ ടൈപ്സ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, നോക്കിയിരിക്കണം. ഓക്കെ, സോ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. 3 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ടുള്ളതാണ്. ഡെറിവേറ്റീവ്സ് എന്താണ്, ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാറുള്ളതാണ്. ദെൻ ഡെറിവേറ്റീവ്സിൻ്റെ ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. അതിലും ഉള്ള അതിൻ്റെ ടൈപ്സ് നോക്കിയിരിക്കണം. ഓക്കെ, ഡെറിവേറ്റീവ്സിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ദെൻ അവസാനമായിട്ട് ഒരു സജഷൻ കൂടി തരാനുള്ളത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇങ്ങനെ ഒരു 14 ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് നമുക്ക് പാർട്ട് ബിയിൽ തരാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ്. നമ്പർ 1, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. നമുക്ക് മണി മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് നോക്കിയിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. ദെൻ പ്രൈമറി മാർക്കറ്റ്, ദെൻ സെക്കൻഡറി മാർക്കറ്റ്, ദെൻ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിൻ്റെ ഫങ്ഷൻസ്, ദെൻ NSE, BSE, ദെൻ വാരിയസ് മോഡ്സ് ഓഫ് ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ്, ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്, ഡിപ്പോസിറ്ററിനെ പറ്റിയിട്ടുള്ള ചോദ്യം റിപ്പീറ്റ് ആണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, ഫങ്ഷൻസ്, ദെൻ സ്പെക്കുലേറ്റേഴ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ്, IPO, ദെൻ ന്യൂ ഇഷ്യൂ, ദെൻ ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ദി സെക്യൂരിറ്റി മാർക്കറ്റ്, ലിസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം, മ്യൂച്വൽ ഫണ്ട്, ഡെറിവേറ്റീവ്സ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ കേട്ടോ. സോ അതിൽ ആദ്യം പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ നെക്സ്റ്റ് ഇത് കേട്ടോ. സോ ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സജഷൻ തരാൻ സാധിച്ച്, അടുപ്പിച്ച എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നല്ല രീതിയിൽ നാളത്തെ എക്സാം എഴുതാം. എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.